നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 4 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയിൻ്റ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, എ നമ്പർ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ, എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെല്ല് കാരണമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ആൻഡ് ഇലക്ട്രിക് ഡൈപോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. നമ്മളൊരു പോയിൻ്റ് ചാർജ് ക്യൂ കാണുക. ക്യൂവിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിൻ്റ് എ കൺസിഡർ ചെയ്യുക. ക്യൂ കാരണം എയിലൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ പോയിൻ്റ് എ ഡ്യൂ ടു ദ ചാർജ് ക്യൂ. നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ പഠിച്ചാണ്. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിൻ്റ് എ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. നമ്മൾ ഒറ്റയടിക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ കാണുന്നതിന് പകരം നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ കണ്ടുപിടിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യൂവിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുക. അപ്പോൾ ക്യൂ കാരണം പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഫോർമുല നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ. ക്യൂബിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എക്സ് ആയതുകൊണ്ടാണ് ക്യൂ ബൈ എക്സ് സ്ക്വയർ. പിയിലൊരു 1 കൂളുംബ് ചാർജിനെ വെച്ചാൽ ആ ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഈ ക്യൂ ഈ 1 കൂളുംബ് ചാർജിനെ റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുക. അതുകൊണ്ട് തന്നെ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. നമ്മൾ പിയിൽ വെച്ച 1 കൂളുംബ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ്, പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ ചെയ്യാൻ വർക്ക് ചെയ്യണം. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് അറ്റ് പി ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡി ഡബ്ല്യു. സ്മോൾ വർക്ക് ആയതുകൊണ്ട് ഡി ഡബ്ല്യു എന്നാണ് കൊടുക്കുക. ഫോർമുല നിങ്ങൾക്കറിയാം, എഫ് ഡോട്ട് എസ്. എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ. ക്യൂവിൻ്റെ വാല്യൂ 1 കുളുംബ, ഇവിടെ വെച്ചത് 1 കുളുംബ. അപ്പോൾ ക്യൂ 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ വരിക ഇ ഡോട്ട് ഡി എക്സ്. ഇ ഇങ്ങോട്ടും ഡി എക്സ് ഇങ്ങോട്ടുമാണ്. സോ തീറ്റ ഈസ് 180 ഡിഗ്രി. സോ യു ഗെറ്റ് ഇ ഡോട്ട് ഡി എക്സ് ഈക്വൽസ് ഇ ഡി എക്സ് കോസ് 180 ഈക്വൽസ് മൈനസ് ഇ ഡി എക്സ്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് മൈനസ് ഇ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് എന്തായിരിക്കും? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡബ്ല്യു ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എക്സ് ഫ്രം ഇൻഫിനിറ്റി ടു എ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം പോയിൻ്റ് എല്ലാം എഴുതുക, ചാർജിൽ നിന്നും പോയിൻറ്റിലേക്കുള്ള ദൂരമാണ് എഴുതുക. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് ആർ എന്ന് എഴുതി. ഇൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇവിടെ ഫംഗ്ഷൻ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മാത്രം ഉള്ളിൽ വെക്കുക, ബാക്കി ടേംസൊക്കെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുക. മൈനസ് 1/4πε0 ക്യൂ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് നിങ്ങൾ അതിൻ്റെ വാല്യൂ പഠിച്ചതായിരിക്കും. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് ഈക്വൽസ് മൈനസ് 1/x. നിങ്ങൾ പഠിച്ചതാ. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് ഈക്വൽസ് മൈനസ് 1/x. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 1/4πε0 ക്യൂ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ മൈനസ് 1/x, ലിമിറ്റ് കൊടുക്കുക ഇൻഫിനിറ്റി ടു ആർ. ഇനി എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. മൈനസും മൈനസും പ്ലസ് ആവും. 1/4πε0 ക്യൂ ഇൻറ്റു 1/r മൈനസ് 1/∞ എന്ന് വരും. 1/∞ 0 ആണ്. സോ ആൻസർ ഈസ് ഡബ്ല്യു ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ. ബൈ ഡെഫിനിഷൻ ദിസ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുക വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ യു ക്യാൻ റൈറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് വി ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ. അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്. കുറേ ചാർജ് ഉണ്ടെങ്കിലോ? അപ്പോൾ എന്നൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുക. എയിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയാണ് Q1.
എയിൽ നിന്ന് R2 ഡിസ്റ്റൻസ് അകലെയാണ് Q2, എയിൽ നിന്ന് R3 ഡിസ്റ്റൻസ് അകലെയാണ് -Q3. ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ? Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1, Q2 കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ V2, Q3 കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ V3. അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറഞ്ഞാൽ V1 + V2 + V3. ഇത് പൊട്ടൻഷ്യലി സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് ഓർഡിനറി ഓൾജിബ്രിക് സം എടുത്താൽ മതി, വെക്ടർ സം അല്ല. വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1/R1, V2 എന്ന് പറഞ്ഞാൽ 1/4πε0 Q2/R2, V3 എന്ന് പറഞ്ഞാൽ 1/4πε0 - Q3/R3. നെഗറ്റീവ് ചാർജാണ്, അപ്പം പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് സൈന് ഇടണം. ഇനി നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ V = 1/4πε0 Q1/R1 + Q2/R2 - Q3/R3. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെൽ. അപ്പോൾ നിങ്ങളൊരു സ്ഫെരിക്കൽ ഷെൽ കൺസിഡർ ചെയ്യുക. ഷെല്ലിൻ്റെ റേഡിയസ് R, ഷെല്ലിന് നമ്മൾ കൊടുത്ത ചാർജ് Q. ഷെല്ലിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് അകലെയായിട്ടൊരു പോയിൻ്റ് P എടുക്കുക. വി ക്യാൻ സേ ദാറ്റ് ദ പോയിൻ്റ് P ഈസ് ഔട്ട്സൈഡ് ദ ഷെൽ. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ഷെൽ ഡ്യൂ ടു എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെൽ. നമുക്ക് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിൻ്റ് ഔട്ട്സൈഡ് ദ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെൽ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഫോർമുല E = 1/4πε0 Q/R². അപ്പോൾ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടു. ഇനി പിയിലുള്ള പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമ്മളൊരു റിലേഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. ഒരു പുതിയ റിലേഷനാണ്, ഞാൻ ഇവിടെ പറയാം. E = -dV/dr. E എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ്, dV എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. A, B എന്നുള്ള രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് dV. A, B എന്നുള്ള രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് dr. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാൻ പറ്റും. വി വിൽ ബി ഡിറൈവിങ് ദിസ് റിലേഷൻ ആഫ്റ്റർ ദിസ് ഡെറിവേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, E = -dV/dr. അപ്പോൾ അതിൽ നിന്ന് dVൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും -E/dr. ഈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -1/4πε0 Q/R² dr. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓഫ് dV = -1/4πε0 Q/R² dr. ഇതിൽ ഫംഗ്ഷൻ dr ആണ്, അപ്പോൾ R² മാത്രം ഉള്ളിൽ വെക്കുക, ബാക്കിയുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുപോവുക. -1/4πε0 Q × 1/R² dr. ഈ ഇൻ്റഗ്രൽ ഓഫ് dV എന്ന് പറഞ്ഞാൽ V ആണ്. അതേപോലെ ഈ 1/R² dr ഇൻ്റഗ്രൽ -1/R ആണ്. ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുന്നത്തെ സെക്ഷനിൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താണ്. ആ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ V അറ്റ് P = 1/4πε0 Q/R. അപ്പോൾ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് P ഔട്ട്സൈഡ് എ ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെൽ. ഇനി അടുത്തത് അറ്റ് എ പോയിൻ്റ് ഓൺ ദ സ്ഫിയർ. ഇവിടെ ചിത്രം നോക്കുക. ഇപ്പോൾ പോയിൻ്റ് P കിടക്കുന്നത് സ്ഫിയറിൻ്റെ മുകളിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എത്രയാണ്? R ആണ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ നേരത്തെ ഇക്വേഷനിൽ സ്മോൾ ആറിൻ്റെ സ്ഥാനത്ത് R എടുത്താൽ മതി. സ്മോൾ r will be equal to R. So the potential V is equal to 1/4πε0 Q/R. ഇനി മൂന്നാമത്തെ കേസ് എടുക്കുക. അറ്റ് എ പോയിൻ്റ് ഇൻസൈഡ് ദ സ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ എഴുതുക. E is equal to -dV/dr. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജില്ല, Q = 0. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, E = 0. When charges are given to a conductor, the charges will be distributed on the surface. അപ്പോൾ നമ്മളൊരു കണ്ടക്ടറിലേക്ക് ചാർജ് കൊടുത്താൽ കണ്ടക്ടറിൻ്റെ സർഫസിലേ ചാർജ് ഉണ്ടാവുള്ളൂ, കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല, അതുകൊണ്ട് തന്നെ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. സോ യു ക്യാൻ റൈറ്റ് 0 = -dV/dr. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ dV = 0.
ഡി വി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൽ ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. സോ യു ക്യാൻ റൈറ്റ് വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു സ്ഫിയറിൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, പക്ഷേ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഒരു വാല്യൂ വേണമല്ലോ അല്ലേ. പൊട്ടൻഷ്യൽ ഉണ്ട് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവില്ലേ. ആ വാല്യൂ എന്തായിരിക്കും? ആ സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ അതുതന്നെ ആയിരിക്കും സ്ഫിയറിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. സോ യു ക്യാൻ റൈറ്റ് പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് വി ഈക്വൽസ് 1/4πε0 Q/R. ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഇതാണ്. സർഫസിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ അതുതന്നെയാണ് ആ സ്ഫിയറിൻ്റെ ഉള്ളിലും പൊട്ടൻഷ്യലായിട്ട് ഉണ്ടാവുക. നമ്മളടുത്തത് ഇപ്പോൾ പഠിച്ചതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. നമുക്ക് 2 ഷെല്ലുണ്ട്, കോൺസെൻട്രിക് ഷെൽസാണ്. അതിലാദ്യത്തെ ഷെല്ലിൻ്റെ റേഡിയസ് r, അതിൻ്റെ ചാർജ് Q, ആ ഷെല്ലിൻ്റെ പേര് B. പുറത്തുള്ള ഷെല്ല് അതിൻ്റെ പേര് A, ഷെൽ A. ഇറ്റ് ഈസ് ഹാവിങ് എ ചാർജ് Q ആൻഡ് ദ റേഡിയസ് ഓഫ് ദ ഔട്ടർ സ്ഫിയർ ഈസ് ക്യാപിറ്റൽ R. നമുക്ക് കാണേണ്ടത് വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ അറ്റ് B, അതായത് ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്ര. വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ അറ്റ് A, വലിയ സ്ഫിയറിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എത്ര. ഇതാണ് നമുക്ക് കാണേണ്ടത്. നമ്മൾ ഈ പുറത്തെ ഷെല്ല് മാത്രമേ ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യാം, ഉള്ളിലുള്ള ഷെല്ലില്ല. അങ്ങനെയാണ് ഈ പുറത്തെ ഷെല്ല് അതിൻ്റെ ചാർജ് Q ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച അനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയർ ഈക്വൽസ് 1/4πε0 Q/R. അപ്പോൾ സ്ഫിയർ എ കാരണം എ എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 Q/R. നമ്മൾ ഉള്ളിലുള്ള സ്ഫിയർ കൺസിഡർ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ചെറിയ സ്ഫിയർ കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ കാണുക. നമ്മൾ വലിയ സ്ഫിയർ കൺസിഡർ ചെയ്യുന്നില്ല, ചെറിയ സ്ഫിയർ കാരണം. ചെറിയ സ്ഫിയറിൻ്റെ ചാർജ് സ്മോൾ Q ആണ്. നമ്മളെ ക്യാപിറ്റൽ എ എന്നുള്ള പോയിൻ്റ് ഈ സ്ഫിയറിൻ്റെ ചെറിയ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ക്യാപിറ്റൽ R ഡിസ്റ്റൻസ് അകലെയാണ്. അങ്ങനെയാണെങ്കിൽ ദ സ്മോൾ സ്ഫിയർ വിൽ പ്രൊഡ്യൂസ് എ പൊട്ടൻഷ്യൽ അറ്റ് എ given by 1/4πε0 Q/R. എ എന്നുള്ള പോയിൻ്റ് സ്മോൾ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്നും ക്യാപിറ്റൽ R ഡിസ്റ്റൻസ് അകലെയാണ്. സോ യു വിൽ ഗെറ്റ് VA ഈക്വൽസ് 1/4πε0 Q/R. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഈ വലിയ സ്ഫിയർ കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 ക്യാപിറ്റൽ Q/R. അതേപോലെ ചെറിയ സ്ഫിയർ കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ VA ഈക്വൽസ് 1/4πε0 സ്മോൾ Q/R. അങ്ങനെയാണെങ്കിൽ ആ 2 പൊട്ടൻഷ്യലും കൂട്ടി നമുക്ക് നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ കിട്ടും. ഈ സ്ഫിയർ കാരണം 1/4πε0 ക്യാപിറ്റൽ Q/R പ്ലസ് ഈ സ്ഫിയർ കാരണം 1/4πε0 Q/R. ദാറ്റ് വിൽ ബി ദ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ. അടുത്ത് നമുക്ക് കാണാനുള്ളത് പൊട്ടൻഷ്യൽ അറ്റ് ബി ആണ്. ആദ്യം നമ്മൾ ഈ വലിയ സ്ഫിയർ മാത്രം കൺസിഡർ ചെയ്യുക. ക്യാപിറ്റൽ Q ചാർജുള്ള ഈ വലിയ സ്ഫിയർ കാരണം അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഓൺ ദ സ്ഫിയർ എന്ന് തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞത്. അപ്പം ഈ സ്ഫിയർ കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ വരിക VB ഈക്വൽസ് 1/4πε0 ക്യാപിറ്റൽ Q/R. ഈ സർഫസിലുള്ള അതേ പൊട്ടൻഷ്യലായിരിക്കും ഈ സ്ഫിയർ കാരണം ഇതിൻ്റെ ഉള്ളിലും ഉണ്ടാവുക. ഇനി നമുക്ക് ചെറിയ സ്ഫിയർ, ഈ പുറത്തെ സ്ഫിയർ കൺസിഡർ ചെയ്യേണ്ട, ചെറിയ സ്ഫിയർ കൺസിഡർ ചെയ്യുക. ഈ പോയിന്റ് B കിടക്കുന്നത് ഈ ചെറിയ സ്ഫിയറിൻ്റെ സർഫസിലാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ഫിയറിൻ്റെ ഈ സ്ഫിയറിൻ്റെ ചാർജ് Q ആണ്, സ്മോൾ Q ആണ്. ഈ സ്മോൾ Q ചാർജുള്ള സ്ഫിയർ കാരണം അതിൻ്റെ സർഫസ് ബിയിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? VB ഈക്വൽസ് 1/4πε0 Q/r. പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ സ്മോൾ സ്ഫിയർ VB ഈക്വൽസ് 1/4πε0 Q/r. അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഒന്ന് കൂട്ടി വെക്കുക. ഈ വലിയ സ്ഫിയർ കാരണം ബിയിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 ക്യാപിറ്റൽ Q/R. ഈ സ്മോൾ സ്ഫിയർ കാരണം ബിയിലുള്ള പൊട്ടൻഷ്യൽ 1/4πε0 Q/r. അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് ബി എന്ന് പറഞ്ഞാൽ 1/4πε0 സ്മോൾ Q/r പ്ലസ് 1/4πε0 ക്യാപിറ്റൽ Q/R. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പൊട്ടൻഷ്യൽ
അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും, നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എയും നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് ബിയും കാണാൻ പറ്റും. ഈ പ്രോബ്ലത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ ഹൈ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഡിവൈസ് പഠിക്കും, വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ആ ജനറേറ്ററിൽ ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. നിങ്ങളൊരു ഇലക്ട്രിക് ഡൈപോൾ എ ബി കൺസിഡർ ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചാർജസ് -q ആൻഡ് +q സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എ. ഡൈപോളിൻ്റെ സെൻറ്റർ ഒ ആണ്. ഒയിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയായിട്ട് നിങ്ങളൊരു പോയിൻ്റ് സി കാണുക. ഈ സിയിലുള്ള പൊട്ടൻഷ്യലാണ് നമുക്ക് കാണേണ്ടത്. സി എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? സി ദ ലൈൻ ഒ സി ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡൈപോൾ. ഇനി എങ്ങനെ നമ്മൾ സിയിലുള്ള പൊട്ടൻഷ്യൽ കാണുക? ആദ്യം +q കാരണം സിയിലുള്ള പൊട്ടൻഷ്യൽ കാണും, പിന്നെ -q കാരണം സിയിലുള്ള പൊട്ടൻഷ്യൽ കാണും. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സി കിട്ടും. ഇവിടെ നമ്മൾ ഓൾജിബ്രൈക് സമ്മാണ് എടുക്കുക, വെക്റ്റർ സം അല്ല. കാരണം പൊട്ടൻഷ്യൽ എന്തല്ല? വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു +q. പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല നമുക്കറിയാം. ഒരു ചാർജ് q പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V = 1/4πε0 q/r എന്നാണ്. ഇവിടെ +q നിന്നും സിയിലേക്കുള്ള ദൂരം r2 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു +q വരിക V1 = 1/4πε0 q/r2. അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു -q. -q നിന്നും സിയിലേക്കുള്ള ദൂരം r1 ആണ്. അപ്പം പൊട്ടൻഷ്യൽ അറ്റ് സി ഡ്യൂ ടു -q V2 = -1/4πε0 q/r1. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് മൈനസ് ഇടണം. നൗ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് സി ഈക്വൽസ് V1 + V2 എന്ന് വരിക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക V = 1/4πε0 q × 1/r2 - 1/r1. ഇതിൻ്റെ LC എടുക്കുക. V = 1/4πε0 q × r1 - r2 / r1r2. അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണം സിയിലുള്ള പൊട്ടൻഷ്യൽ. നമുക്ക് ഈ ഫോർമുല പ്രോബ്ലം ചെയ്യാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പ്രോബ്ലത്തിൽ r1 r2 അല്ല തരിക. പ്രോബ്ലത്തിൽ തരിക ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരം തരിക r ആണ് തരിക. സോ വി ആർ ഗോയിങ് ടു റീറൈറ്റ് ദിസ് ഇക്വേഷൻ 1 ഇൻ ടേംസ് ഓഫ് ദ ഡിസ്റ്റൻസ് r. ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ +q നിന്നും r-ലേക്ക്, അതായത് +q നിന്നും OC എന്നുള്ള ലൈനിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. ഡൈപോളിൻ്റെ പേര് എഴുതാൻ മറന്നിട്ടുണ്ട്. AB എന്നാണ്. ഈ പോയിൻ്റ് ഞാൻ N അടയാളപ്പെടുത്തുകയാണ്. അപ്പം ഐ ഹാവ് ഡ്രോൺ എ പെർപെൻഡിക്കുലർ BN ടു ദ ലൈൻ OC. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ NCB എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിളുടെ സൈഡ് CN ട്രയാങ്കിളുടെ സൈഡ് BCക്ക് ഏകദേശം തുല്യമായിരിക്കും. ഒരു അപ്രോക്സിമേഷനാണ്. CN നിയർലി ഈക്വൽ ടു BC. ഇതാ CB നിയർലി ഈക്വൽ ടു CN. അപ്പം നമുക്ക് R2 എന്ന് പറഞ്ഞാൽ BC ആണ്. ഈ BCൻ്റെ വാല്യൂ ഏകദേശം CN തുല്യമാണ്. ഇനി CN എന്ന് പറഞ്ഞാൽ എന്താ? OC - ON ആ. OC - ON. OCൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 6. ഇനി ONൻ്റെ വാല്യൂ കാണണം. ONൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ട്രയാങ്കിൾ ONB കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ONB കൺസിഡർ ചെയ്തിട്ട് കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം നിങ്ങൾക്ക് ON = cos θ = ON/OB എന്ന് കിട്ടും. ON = OB cos θ എന്ന് കിട്ടും. OBൻ്റെ വാല്യൂ A/2 ആണ്. അപ്പോൾ ON വരിക A/2 cos θ. അപ്പോൾ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R2 എന്ന് പറഞ്ഞാൽ നിയർലി ഈക്വൽ ടു CN ആണ്. CN എന്ന് പറഞ്ഞാൽ OC - ON ആണ്. OCൻ്റെ വാല്യൂ 6, ONൻ്റെ വാല്യൂ A/2 cos θ. സോ യു ക്യാൻ റൈറ്റ് R2 = R - A/2
കോസ് തീറ്റ. നമ്മൾ R2 കണ്ടു അല്ലേ. ഇനി ഇതേപോലെ നമുക്ക് R1 കാണാൻ പറ്റും. R1 കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ മൈനസ് ക്യൂവിൽ നിന്നും OCയിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ലൈൻ വരച്ചാലും അത് പെർപെൻഡിക്കുലർ ആവില്ല. അത് വരച്ച് നോക്കൂ, ആവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഈ OC എന്നുള്ള ലൈനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൈനസ് ക്യൂവിൽ നിന്നും ആ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കും. നമ്മൾ ആ പോയിൻ്റ് നമ്മൾ M എന്നാണ് കൊടുക്കുക. കണ്ടില്ലേ, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടും ACM. ACM എന്നുള്ള ട്രയാങ്കിളിൽ AC ഈസ് നിയർലി ഈക്വൽ ടു CM. AC ഈസ് നിയർലി ഈക്വൽ ടു CM. അപ്പോൾ നമുക്ക് R1 എന്നുള്ള സ്ഥാനത്ത് നിയർലി ഈക്വൽ ടു CM എന്ന് എഴുതാം. CM എന്ന് പറഞ്ഞാൽ OC പ്ലസ് OM ആണ്. OC പ്ലസ് OM ആണ്. OMൻ്റെ വാല്യൂ OCൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 6 ആണ്. OMൻ്റെ വാല്യൂ കാണാൻ വേണ്ടി കോസ് തീറ്റ കണ്ടാൽ മതി. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റ വരും. എന്നിട്ട് കോസ് തീറ്റ കാണുക. കോസ് തീറ്റ കണ്ടാൽ നിങ്ങൾക്ക് OM/OA എന്നാണ് വരിക. OM ഈക്വൽസ് OA കോസ് തീറ്റ, ദാറ്റ് ഈസ് ഈക്വൽ ടു A/2 കോസ് തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R1 നിയർലി ഈക്വൽ ടു CM, ദാറ്റ് ഈസ് ഈക്വൽ ടു OC പ്ലസ് OM, ദാറ്റ് ഈസ് ഈക്വൽ ടു R പ്ലസ് A/2 കോസ് തീറ്റ. അപ്പോൾ നമ്മൾ R1ൻ്റെ വാല്യൂ Rൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. R1 ഈക്വൽസ് R1 പ്ലസ് A/2 കോസ് തീറ്റ. R2ൻ്റെ വാല്യൂ നമ്മൾ Rൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതി. R2 ഈക്വൽസ് R മൈനസ് A/2 കോസ് തീറ്റ. ഇനി ഇതെടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമ്മൾ R1ൻ്റെ R2ൻ്റെയും വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ 1 ഇതാണ്. V ഈക്വൽസ് 1/4πε0 Q ഇൻറ്റു R1 മൈനസ് R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് കിട്ടുക V ഈക്വൽസ് 1/4πε0 Q ഇൻറ്റു R പ്ലസ് A/2 കോസ് തീറ്റ മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ R മൈനസ് A/2 കോസ് തീറ്റ എന്നാണ് വരിക. മൈനസ് ഉള്ളിലേക്ക് പോകുമ്പം R പ്ലസ് A/2 കോസ് തീറ്റ മൈനസ് R പ്ലസ് A/2 കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R1 R2 എന്നുള്ളിടത്ത് R പ്ലസ് A/2 കോസ് തീറ്റ ഇൻറ്റു R മൈനസ് A/2 കോസ് തീറ്റ എന്നാണ് വരിക. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന് പറഞ്ഞാൽ A² മൈനസ് B² ആണ്. ഇതിലൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R² മൈനസ് A²/4 cos² തീറ്റ എന്ന് വരും. R ക്യാൻസൽ ആവും. A/2 കോസ് തീറ്റ പ്ലസ് A/2 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ A കോസ് തീറ്റയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ V ഈക്വൽസ് 1/4πε0 QA കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R² മൈനസ് A²/4 cos² തീറ്റ എന്ന് വരും. Q ഇൻറ്റു A, വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെൻറ്റ് P ആണ്. അപ്പോൾ QAൻ്റെ സ്ഥാനത്ത് ഡൈപോൾ മൊമെൻറ്റ് കൊടുക്കുക. V ഈക്വൽസ് 1/4πε0 P കോസ് തീറ്റ ഡിവൈഡഡ് ബൈ R² മൈനസ് A²/4 cos² തീറ്റ. This is the expression for the potential at any point C due to an electric dipole. ഇനി നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്, ഡൈപോൾ ചെറുതാണ്. ഡൈപോൾ ചെറുതാണ് എന്ന് പറയുമ്പം ഡൈപോളിൻ്റെ നീളം A, നമ്മൾ ഡൈപോളിൻ്റെ ലെങ്ത്ത് സ്മോൾ എ എന്നെടുത്തത്, ഡൈപോളിൻ്റെ ലെങ്ത്ത് സ്മോൾ എ കുറവാണ്. അപ്പോൾ വി ക്യാൻ റൈറ്റ് A ഈസ് വെരി മച്ച് ലെസ് ദാൻ R. സി എന്നുള്ള പോയിൻ്റ് കിടക്കുന്ന ദൂരത്തേക്കാൾ വളരെ കുറവാണ് ഡൈപോളിൻ്റെ നീളം. ഡൈപോൾ ഈസ് വെരി ഷോർട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ എനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. എനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല കിട്ടുക V ഈക്വൽസ് 1/4πε0 P cos theta by R². So the dipole is short. We will write the formula as V equals 1/4πε0 P cos theta by R². ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡൈപോൾ എടുക്കുന്നത് ആക്സിയൽ പോയിന്റിലാണെങ്കിലോ, നമ്മളെടുക്കുന്ന പോയിന്റ് C ആക്സിയൽ ലൈനിലാണെങ്കിലോ, ഡൈപോളിൻ്റെ ആക്സസിൽ ഇതാണ് നമ്മൾ ഡൈപോളിൻ്റെ ആക്സസിൽ എവിടെയെങ്കിലും അവിടെ ആയിക്കോട്ടെ നമ്മളെ പോയിന്റ് C. അങ്ങനെ ആകുമ്പം തീറ്റൻ്റെ വാല്യൂ 0 എന്നാണ് വരിക അല്ലേ. തീറ്റൻ്റെ വാല്യൂ 0 വരുമ്പോൾ കോസ് തീറ്റ എന്താ വരിക, അവിടെ പോയി കോസ് തീറ്റ എന്താ വരിക, കോസ് 0 1 ആണ്. അപ്പം നമ്മളെ ഫോർമുല വരിക V ഈക്വൽസ് 1/4πε0 P by R². ഇനി നമ്മൾ പോയിന്റ് C എടുക്കുന്നത് ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിലോ, ഇതാണ് നമ്മൾ O, നമ്മളെ പോയിന്റ് C ഇതാ ഇവിടെ എടുക്കണമെങ്കിലോ, ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ് വരിക. തീറ്റ 90 ഡിഗ്രി വരുമ്പോൾ കോസ് 90 0 ആണ്, നമ്മളെ പൊട്ടൻഷ്യൽ 0 വരിക. അപ്പോൾ ഇതൊരു ഡൈപോളാണ് -Q + Q. ഇത് ഡൈപോളിൻ്റെ സെൻറ്റർ,
ഇത് ഇക്വറ്റോറിയൽ ലൈനാണ്. നമ്മളെ പോയിൻ്റ് സി ഇവിടെയാണ് വരിക. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ ഏത് കണ്ടില്ലേ ആംഗിൾ എത്ര വരുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിൽ നിങ്ങൾ എവിടെ പോയിൻ്റ് എടുത്താലും അവിടെ ആ ഇലക്ട്രിക് ഡൈപോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അടുത്തത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. The surface which has the same electrostatic potential at every point on it is called an equipotential surface. ഒരു സർഫസിൽ എല്ലാ പോയിന്റിലും ആ സർഫസിലുള്ള എല്ലാ പോയിന്റിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ നമ്മൾ ആ സർഫസിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നാണ് പറയുക. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആണ് കോൺസെൻട്രിക് സ്പിയേഴ്സ് അറൗണ്ട് എ പോയിൻ്റ് ചാർജ്. നിങ്ങളൊരു പോയിൻ്റ് ചാർജ് കൺസിഡർ ചെയ്യുക. ആ പോയിൻ്റ് ചാർജിനെ സെൻറ്റർ ആക്കിയിട്ട് നിങ്ങൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് വരയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോൺസെൻട്രിക് സ്പിയേഴ്സ് ഓരോന്നും ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആണ്. അപ്പോൾ ആ ചിത്രത്തിൽ കാണിക്കുന്ന ചെറിയ സ്പിയർ അതിൻ്റെ റേഡിയസ് R1 ആയിക്കോട്ടെ, ആ സ്പിയറിൻ്റെ സർഫസിൽ ഉള്ള ഓരോ പോയിൻറ്റിലും പൊട്ടൻഷ്യൽ വരിക 1/4πε0 Q ഡിവൈഡഡ് ബൈ R1 എന്നാണ്. ആ പുറത്തുള്ള സ്പിയർ ഔട്ടർ സ്പിയർ അതിൻ്റെ റേഡിയസ് R2 ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ഔട്ടർ സ്പിയറിൽ എല്ലാ പോയിൻറ്റിലും പൊട്ടൻഷ്യൽ വരിക 1/4πε0 Q ബൈ R2 എന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒരു പോയിൻ്റ് ചാർജിന് ചുറ്റും നമ്മൾ വരയ്ക്കുന്ന ഓരോ കോൺസെൻട്രിക് സ്പിയറും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. The shape of an equipotential surface due to a line charge is cylindrical. ഒരു നേരിയ വടി ആണ് എങ്കിൽ അതുണ്ടാക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സിലിണ്ട്രിക്കൽ ആയിരിക്കും. മൂന്നാമത്തെ എക്സാമ്പിൾ ദ സർഫസ് ഓഫ് എനി ചാർജ്ഡ് കണ്ടക്ടർ. ചാർജുള്ള ഏതൊരു കണ്ടക്ടറിൻ്റെയും സർഫസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആർ പാരലൽ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഡയഗ്രാം കണ്ടില്ലേ നിങ്ങൾ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എക്സ് ആക്സിസിലാണുള്ളത്. റോസ് കളറിലുള്ള പാരലൽ പ്ലെയിൻസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഏത് പ്ലെയിനിലാണ് കിടക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള YZ പ്ലെയിനിലാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഉള്ളത്. Equipotential surface due to two positive charges. Equipotential surface due to a dipole. ആ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് മാർക്ക് ചെയ്ത സർഫസുകളാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ. ഒരു ഡൈപോളിൻ്റെ ഇക്വറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യലിന് ഒരേ വാല്യൂ ആണ്, ആ വാല്യൂ 0 ആണ്. സോ ദ പ്ലെയിൻ ഇൻ വിച്ച് ദ ഇക്വറ്റോറിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ ലൈസ് വിൽ ബി ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം ഞാനിവിടെ തരുന്നുണ്ട്. നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ 7ാമതായിട്ട് പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടെ വ്യക്തമാവും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. നമുക്ക് എക്സാമ്പിളായിട്ടൊരു പോയിൻ്റ് ചാർജ് നോക്കുക. ആ പോയിൻ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് സ്പിയേഴ്സ് ആണ്. നമുക്ക് കാണാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് സ്പിയേഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. The work done to move a charge along an equipotential surface is 0. നമുക്കറിയാം W is equal to Fs cos theta എന്നാണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ വരെ W ഈക്വൽസ് എഫിന് പകരം QE എന്ന് എഴുതുക. Q ഇൻറ്റു E ഇൻറ്റു S cos theta എന്ന് വരും. cos 90 0 ആണ്, അതുകൊണ്ട് വർക്ക് ഡൺ 0 ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വർക്കൊന്നും ചെയ്യണ്ട.
രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യൂല. ഇഫ് ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദ പൊട്ടൻഷ്യൽ വിൽ ഹാവ് 2 വാല്യൂസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. ആ ചിത്രത്തിലേക്ക് നോക്കുക. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ V1ഉം രണ്ടാമത്തെ സർഫസിൻ്റെ പൊട്ടൻഷ്യൽ V2 ആണ്. അവ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട് എങ്കിൽ ആ കൂട്ടിമുട്ടുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ പൊട്ടൻഷ്യലിന് 2 വാല്യൂസ് ഉണ്ടാവും, V1ഉം V2ഉം. അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ 2 ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് വിൽ നോട്ട് ഇൻ്റർസെക്റ്റ്.